അച്ഛൻ, അമ്മ, 2 മക്കള്. അപ്പൊ ഒരു കേക്ക് കൊണ്ടുവന്നു. അച്ഛൻ കൊണ്ടുവന്നു കേക്ക് കൊണ്ടുവന്ന് മേശപ്പുറത്തോട്ട് വെച്ചു. എന്ത് വെച്ചാ ഇത്? അത് കേക്കാ മോനെ, മോന് വേണോ? അങ്ങോട്ട് തുറന്ന് വെട്ടി അവനും കൊടുത്ത് 4 അവൻ അവിടെ തിന്നു. മോള് വന്നു, അവക്കും കൊടുത്ത്. ഭാര്യ വന്നു, അവർക്കും കൊടുത്തു. പിന്നെ ബാക്കി കുറച്ച് വന്നു. ശരി, അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൂടെ കൊണ്ടു കൊടുത്തു എന്ന് പറയാം അവന് വീട്ടിൽ. തെറ്റൊന്നുമില്ല. കാരണം എന്താ, കൊച്ചു കുട്ടികളെ അല്ലയോ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്? തീർച്ചയായിട്ടും പരിഗണിക്കണം. പക്ഷെ വേറെ രീതി ചെയ്യാം. കേക്ക് കൊണ്ടുവന്ന് വെച്ച്. എന്തു വെച്ചാ ഇത് കേക്കാ മോനെ, നമുക്ക് തിന്നാം. മോൻ പോയി അപ്പൂപ്പനെ അമ്മൂമ്മയും വിളിച്ചോണ്ട് പോകും. അപ്പൊ അവൻ ചെന്ന് പറഞ്ഞു, അവരെല്ലാം കേക്ക് തിന്നോളാൻ വയ്യ. അപ്പൂപ്പ വാ, അമ്മൂമ്മ വാ, അച്ഛൻ കേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുവന്ന് അച്ഛൻ അതാണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയും വന്ന്. അവർക്ക് വയ്യാത്തവരാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുചെല്ലണം. അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയും വന്നു. അപ്പൂപ്പൻ ചോദിച്ചു, എന്തുവാടാ വിളിച്ചേ? ഒന്നുമില്ല അച്ഛാ, ഇച്ചിരി കേക്ക് കൊണ്ടുവന്നു. അപ്പൊ അച്ഛനോട്, അച്ഛനും അമ്മയും നമുക്ക് എല്ലാവർക്കും കൂടെ തിന്നാന്ന് വിചാരിച്ചു. മോനെ, അമ്മയെ വിളി. അങ്ങനെ അമ്മയും വന്നു. എല്ലാവരുടെ എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു പീസ് മുറിച്ച്, മോനെ ഇതങ്ങ് അപ്പൂപ്പന് കൊടുത്തു, ഇതങ്ങ് അമ്മൂമ്മയ്ക്ക് കൊടുത്തു, ഇനി ഇതങ്ങ് അമ്മയ്ക്ക് കൊടുത്തു, ഇതങ്ങ് അനിയത്തിക്ക് കൊടുത്തു. ഇത് മോൻ തിന്നു. അപ്പ അവനൊരു ചിന്ത വരും, അച്ഛനോ? അച്ഛൻ എടുക്കാൻ പോനെ, വേണ്ട അച്ഛൻ ഇത് എടുക്കും, എന്നിട്ട് എനിക്ക് കട്ട് ചെയ്ത. അപ്പൊ അവൻ ചിന്തിക്കുകയാണ്, എന്താ, ഒരു കേക്ക് കൊണ്ടുവന്ന വീട്ടിലുള്ള എല്ലാവരെയും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവൻ അതിലൂടെ പഠിക്കുക. ആ കൊച്ചുകുട്ടി അവിടെ നിന്ന് പഠിക്കുക. നാളെ അവരുടെ കുടുംബത്തിന്റെ നാഥനും നാഥയാവുമ്പോൾ അവർക്ക് ഈ സങ്കല്പങ്ങൾ അവിടെ മനസ്സിൽ വരും. ഇത് ഒരു പഠനമാണ്. ക്ലാസ് റൂമിലൂടെ മാത്രമല്ല പഠിക്കുന്നത്. ഒരു പഠനം നടന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് അറിവ് അല്ലെങ്കിൽ ബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ പഠനത്തിൽ തെളിഞ്ഞത്, നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പഠിക്കുമ്പോൾ മൊത്തം നമുക്കുണ്ടാകുന്ന അറിവിന്റെ ഏതാണ്ട് 25% കിട്ടും. പിന്നെ 75% കിടക്കില്ലേ. പിന്നീട് കിട്ടുന്ന 25% എന്ന് പറയുന്നത് അവര് അല്ലാതെ സിലബസിലുള്ള അല്ലാതെ വായിക്കുന്ന പുസ്തകങ്ങൾ. പിന്നെ 25% എങ്ങനെ? പിന്നെ 25% നല്ല അറിവുള്ള ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും അവരുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോഴും. പിന്നീട് ഇനി 25% ഉണ്ടല്ലോ, അതെവിടെ? അതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. എന്തോ, ചുമ്മാ അങ്ങ് സഞ്ചരിച്ചാൽ മതി, നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും.